വാഴയില മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി നോക്കൂ. 1 കിലോ തൂക്കം വരുന്ന നല്ലൊരു അടിപൊളി ഗ്രീൻ ഹലുവ നമുക്ക് റെഡിയാക്കിയെടുക്കാം. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്, ആരോഗ്യത്തിനും ഉത്തമം തന്നെയാണ്. അപ്പോൾ അതാ കണ്ടല്ലോ അതിൻ്റെ ഒരു ടെക്സ്ചർ. മാഷാ അല്ലാഹ്, നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വാഴയുടെ ഇല തന്നെയാണ് വേണ്ടത്. എടുക്കുന്ന സമയത്തെ എടുക്കുമ്പോൾ നല്ലോണം മൂത്ത് കളറ് മാറിയതല്ല, ആ ഒരു ഇല ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഇല വേണം കേട്ടോ എടുക്കാൻ. ഇളയ ഇല നോക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹലുവക്ക് ആ ഒരു കളറും കാര്യങ്ങളൊന്നും കിട്ടില്ല. അതിൻ്റെ മുകളിലുള്ളൊരു ഇല ഉണ്ടല്ലോ അതെടുക്കുക. അപ്പോൾ ഏത് വാഴയുടെ എന്ന് ചോദിച്ചാൽ നമ്മളെ മൈസൂർ പഴം ഉണ്ടല്ലോ, ചെറുപഴം, അല്ലെങ്കിൽ നമ്മുടെ പൂവൻ പഴം, ഇതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ട് ചെയ്താൽ മതി. നേന്ത്രക്കായുടെ ഇല വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ. ഈ ഒരു മൈസൂർ പഴം നമ്മുടെയൊക്കെ തൊടിയിലുണ്ടാവില്ലേ. പിന്നെ ഒന്നും നോക്കണ്ട, ഒരു പീസ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യുക. അപ്പോൾ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ആ ഒരു നടുവിലുള്ള തണ്ടുണ്ടല്ലോ, തണ്ടൊന്ന് ഒഴിവാക്കി ഒരു ഇത്തിരി മാറിയിട്ട് വേണം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ടല്ലോ, നന്നായിട്ട് ക്ലീൻ ചെയ്യണേ. അതിൻ്റെ പുറകിലായിട്ട് മാറാലയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. കണ്ടല്ലോ, ഇതുപോലെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? ഉണ്ടാവും ഈ കറല്ലേ. സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്, ആരോഗ്യത്തിനും നല്ലതല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്ക് ഒന്ന് തരിക. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ബ്ലഡൊക്കെ ശുദ്ധീകരിക്കാനും വാഴയുടെ ഇല ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും അത്യാവശ്യത്തിനുള്ള ഇലയൊക്കെ എടുത്തിട്ട് ഈ ഒരു ഇല വെച്ചിട്ട് നമുക്ക് 1 കിലോ ഹലുവ വരെ റെഡിയാക്കാം കേട്ടോ. പിന്നെ ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇല എടുക്കാം. ഇനി നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇത് നമ്മുടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസി ആക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇല നമ്മൾ നേരെ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുകയാണ്. ഒപ്പം തന്നെ 1/2 കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കാം കേട്ടോ. നമുക്കിതിലായിട്ട് മുഴുവനായിട്ട് വേണ്ടത് ഏകദേശം ഒരു 500 മില്ലി വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം 1/2 കപ്പ് ഒഴിച്ചിട്ടാണ് ഇത് അരക്കുന്നത്. കൂടുതൽ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് അരഞ്ഞ് കിട്ടൂല. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരക്കുക, ബാക്കി ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള 1/2 കപ്പ് നമ്മളിതിലോട്ട് ചേർക്കുകയാണ്. പച്ചവെള്ളം തന്നെയാണ് കേട്ടോ. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഒരു അരിപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് അരിച്ചെടുക്കുക. ആ ഒരു ഇലയുടെ ചെണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. യാതൊരു ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഒരുപാട് നെയ്യോ അങ്ങനെയൊന്നുമില്ല. വെറും 3 ടീസ്പൂൺ നെയ്യ് വെച്ചിട്ടാണ് ഈ ഒരു ഹെൽത്തി ഹൽവ നമ്മൾ റെഡിയാക്കിയത്. ഇനിയിപ്പോൾ നെയ്യില്ലാത്തവർക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അരിപ്പയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചുല സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഇലയുടെ നീര് മുഴുവനായിട്ട് അങ്ങ് എടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 500 മില്ലി വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ്. 1 കിലോയ്ക്ക് ഇത്ര മതിയാവും. മുഴുവനായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചണ്ടിയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ചൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇനി നമുക്കിതിലോട്ട് ഏകദേശം 150 ഗ്രാം കോൺഫ്ലവറിൻ്റെ പൗഡർ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പം ഫ്രൂട്ടിൻ്റെ കുപ്പി അല്ലെങ്കിൽ അച്ചാർ കുപ്പി അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ കറക്റ്റായിട്ട് അളന്നെടുത്തോളൂ. എന്നാലും നമുക്ക് ആ കറക്റ്റായിട്ട് ആലുവയുടെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ ഒരു ജാമിൻ്റെ കുപ്പിയാണ് കാണിച്ചത്. അപ്പോൾ ചിലവരുടെ വീട്ടിലൊക്കെ അതിനനുസരിച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിനനുസരിച്ച് എടുത്താലും മതിയാകും. ഞാനിതാ ഏകദേശം ഒരു 150 ഗ്രാം കോൺഫ്ലവറിൻ്റെ പൗഡറിലോട്ട് കുറച്ച് നമ്മുടെ ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, ഇലയുടെ ജ്യൂസ് ഒഴിച്ചിട്ട് കട്ടയൊന്നും കുത്താത്ത രീതിയിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കലക്കിയെടുക്കുകയാണ് കേട്ടോ. അതിനെ മുഴുവനായിട്ട് ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കലക്കിയതിന് ശേഷം ബാക്കി ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം ഒരു ഹാർഡായിട്ട് ഇങ്ങനെ തോന്നും, പിന്നെ അങ്ങോട്ട് ഫുള്ള് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് മാറിക്കോളും. നമ്മൾ ഈ ഒരു ഹലുവ ഒന്ന് ടൈറ്റ് ആവാനും കുറുകിയ രൂപത്തിലൊക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലോട്ട് കോൺഫ്ലവറിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹലുവയുടെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ ഇത് കലക്കിയെടുത്തിട്ടുണ്ട്. കലക്കിയെടുത്തിട്ടുള്ള ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു വലിയ പാത്രത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് രണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കില്ല, നമ്മളത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടി എടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഉരുളിപ്പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ചിലരെ കയ്യിലൊക്കെ ഉണ്ടാവും.
അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. അതിലൊക്കെ ഞാനിതാ 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർക്കുന്നത്. നെയ്യിന് പകരം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ചേർക്കുന്നത്. നമുക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു സ്വീറ്റിൻ്റെ കൂടെ ഇടയിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അതൊന്നും അങ്ങോട്ട് വറുത്ത് കോരാം. അപ്പോൾ ആ ഒരു നെയ്യിലോട്ട് തന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, ഇലയും കോൺഫ്ലവറൊക്കെ ഉള്ള ആ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈം തീ ഒന്ന് കുറച്ച് വെക്കണേ, തീ കൂട്ടി വെക്കരുത്. അപ്പോൾ താഴെ ഭാഗം ഇങ്ങനെ കോൺഫ്ലവർ അല്ലേ ആ ചൂടുള്ള ചട്ടിക്ക് ഒഴിക്കുമ്പോഴേക്കും ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ചൂടാവുന്നത് വരെ ഒന്ന് കൂട്ടി വെക്കാം. അതിനുശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കിയിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം കോൺഫ്ലവറിൻ്റെ പൗഡർ ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോഴേക്കും തന്നെ ഒന്ന് കുറുകി വരുമല്ലേ. നന്നായിട്ടൊന്ന് ചൂടാവുന്നുണ്ട്. ചൂടാകുമ്പോഴേക്കും ഒന്ന് കുറുകി ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു കട്ട കുത്തിയപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. സ്പാച്ചുലയോ സ്പൂണൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണേ. അപ്പം നമ്മൾ ഇതുവരേക്കും പഞ്ചസാര ചേർത്തിട്ടില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ ശർക്കരപ്പാനി ഒരു 3 അച്ചായ ഒരു മീഡിയം മധുരമായി, അല്ലെങ്കിൽ ഒരു 4 അച്ച് ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയിട്ട് മാറ്റി വെക്കാം. നല്ല രീതിയിൽ കണ്ടല്ലോ കുറുകി ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളാകെ ആ ഫസ്റ്റ് ചേർത്ത നെയ്യ് മാത്രമേ ഈ ഒരു ടൈം വരെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. നമ്മൾ ഈ ഒരു കളറ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമല്ല, നമുക്കൊരു ബ്രൗൺ കളറ് അല്ലെങ്കിൽ ഒരു കാപ്പി കളർ കറുപ്പ് കളർ ഹൽവ മതി എന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കി ചേർക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പഞ്ചസാര ചേർത്തത്. പഞ്ചസാര ചേർക്കുമ്പോഴേക്കും തന്നെ നമ്മൾ ഈ ഒരു കൂട്ടുണ്ടല്ലോ ഒന്നുകൂടി ഇങ്ങോട്ട് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഒന്ന് സോഫ്റ്റായിട്ട് സിൽക്കി ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം. പെട്ടെന്ന് സെറ്റാവും കേട്ടോ, ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഉള്ള പരിപാടികളൊക്കെ കുറഞ്ഞ തീയിൽ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു സമയത്ത് ഇതിലോട്ട് കുറച്ച് ഒരു 4-5 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പൊടി ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ. ഞാനൊരു 5 ഏലക്ക എടുത്തിട്ട് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണി ഒട്ടി പിടിക്കൊന്നുമില്ല, കറക്റ്റ് ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. സാധാരണ അലുമിനിയം ചട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലൊട്ടി പിടിച്ചുകൊണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി ഇതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ഒരു പിഞ്ച് ഉപ്പാണ് കേട്ടോ, നമ്മളെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാനിതിലായിട്ട് മുഴുവനായിട്ട് ചേർത്തത് ഏകദേശം ഒരു 3 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ. 3 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ, അങ്ങനെ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് വെറും 3 ടീസ്പൂൺ കൊണ്ട് തന്നെ നല്ല കറക്റ്റ് ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. 3 4 ആക്കാം. ഹലുവ ആകുമ്പോൾ അത്യാവശ്യം നെയ്യോട് കൂടിയിട്ടാണല്ലോ റെഡി ആക്കാറല്ലേ. അപ്പോൾ ഒരുപാട് നെയ്യൊന്നും വേണമെന്ന് എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല കേട്ടോ. ഈ ഒരു 3 ടീസ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇളക്കി ഇങ്ങനെ ഒന്ന് ഹാർഡായി തോന്നുമ്പോൾ മാത്രം നമുക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ അത് നല്ല രീതിയിൽ ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ 1 ടീസ്പൂൺ കണ്ടല്ലോ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുന്നതോടുകൂടി ഒന്ന് സോഫ്റ്റ് ആവും. പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ടിട്ട് ഒന്ന് ഗ്ലേസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. നല്ല സിൽക്കി ആയിട്ട് ഇങ്ങനെ കണ്ടല്ലോ. നെയ്യ് ചേർക്കുന്നതോടുകൂടി ഈ ഒരു തവിയിൽ ഒട്ടിപ്പിടിച്ചിരുന്നതെല്ലാം ഇതിലേക്ക് സെറ്റായിട്ടുണ്ട്. നല്ല രീതിയിൽ ഇളക്കി മിക്സാക്കുക. ആവശ്യമുള്ളവർക്ക് ഈ ഒരു സമയം കുറച്ച് ബദാമോ നമ്മുടെ കയ്യിൽ ഏതാണോ നട്ട്സ് ഉള്ളത് കുറച്ച് നട്ട്സ് എടുത്തിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് നല്ല രുചിയായിരിക്കും. അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പായാലും മതി കേട്ടോ, വറുത്തിട്ടൊന്ന് ഇട്ട് നോക്കൂ. അപ്പോൾ അതാ പാനിൽ നിന്ന് ഏകദേശം ഇങ്ങനെ വിട്ട് വരുന്ന പരിവായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. താഴെ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുരിഞ്ഞ പോലെ ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രം നേരത്തെ റെഡിയാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ കുറഞ്ഞ തീയിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു പാത്രം സെറ്റ് ചെയ്യാനായിട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ താഴെ ഭാഗം ഇങ്ങനെ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഒരു കേക്കിൻ്റെ ടിന്നാണ് കേട്ടോ, ഞാൻ അതിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊന്ന് ടിന്നിൽ ഒന്ന് ബ്രഷ് ചെയ്യാണ്. ഇതുപോലെയുള്ള ടിന്ന് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ ചുറ്റുപാത്രമൊക്കെ ഉണ്ടാവുമല്ലോ മക്കളെ,
അതിലൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചില്ലേ, അതും ആ ഒരു വെളുത്തുള്ളും ഒന്ന് ചേർത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു ഹൽവയുടെ മിക്സും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നേരെ ആ ഒരു ടിന്നിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. കണ്ടല്ലോ, ചട്ടിയിലൊന്നും മുട്ടി പിടിക്കുന്നില്ല, അരുവിലോ സൈഡിലോ ഒന്നും സംഭവങ്ങളില്ലല്ലേ, എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവാവണം. ഇതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഒരുപാട് സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ അത്യാവശ്യം ഇളയ ഇല എടുക്കാതെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഇല എടുക്കുമ്പോഴേ നമുക്ക് ആ കറക്റ്റ് കളർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കളർ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കണം എന്ന് കരുതിയിട്ട് ഒത്തിരി മൂത്ത ഇലയല്ല കേട്ടോ, ഒരുപാട് മൂത്ത ഇലയല്ല. അപ്പോൾ അതിനൊക്കെ ചമർപ്പും ഒരു കൈപ്രസൊക്കെ വരും. അതിൻ്റെ ഇടയിലുള്ള ഇല എടുത്ത് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് നെയ്യും കാര്യങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് നെയ്യ് ഇങ്ങനെ ഇതാവാത്തത്. പക്ഷേ ഇത് കുറച്ച് തണുത്ത് വരുമ്പോഴേക്കും ഇതിൽ നിന്ന് കുറച്ച് നെയ്യൊക്കെ അങ്ങനെ ഇറങ്ങി വരും കേട്ടോ. നമ്മൾ ഒഴിച്ചിട്ടുള്ള ഇതിൻ്റെ ആ ഒരു മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരും. നന്നായിട്ട് സ്പാച്ചിലൊക്കെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പരിപാടി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുക്കുന്നതോട് കൂടിയിട്ട് തന്നെ ഇത് നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ മുകൾ ഭാഗം കാണുമ്പോൾ ഏതെന്താ ഇങ്ങനെ കടിച്ചരച്ചുകൊണ്ട് എന്ന് കരുതണ്ട. പക്ഷേ ഈ ഒരു ഭാഗം എങ്ങനെയാണെങ്കിലും താഴെ ഭാഗം നല്ല എന്താ പറയുക, നല്ല സിൽക്കി ആൻഡ് ഗ്ലോസി ആയിട്ട് ഇങ്ങനെ ആളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കണ്ടല്ലോ, സൂപ്പറായിട്ടില്ലേ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഗ്രീൻ ഹൽവയുടെ അതേ കളർ തന്നെയല്ലേ? ഇനി കട്ട് ചെയ്യുമ്പോഴും അതേ ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. കണ്ടോ, അണ്ടിപ്പരിപ്പൊക്കെ നല്ല രീതിയിൽ മുരിച്ചെടുത്തുകൊണ്ട് തന്നെ കാണാൻ നല്ല മൊഞ്ചുണ്ട് അല്ലേ? കയ്യിലൊന്നും പൊട്ടിപ്പിടിക്കുന്നില്ല. കണ്ടല്ലോ, നെയ്യൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. സൂപ്പറായില്ലേ? ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഏകദേശം 1 കിലോ ഹലുവ ഇപ്പോൾ നമ്മൾ ആ ഒരു ഹാഫ് പോർഷൻ ഇല വെച്ചിട്ട്, വാഴയുടെ ഇല വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളല്ലേ? കോൺഫ്ലവറൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവും. നട്ട്സ് എത്രത്തോളം നമ്മൾ ചേർക്കുന്നു അത്രത്തോളം രുചി കൂടും കേട്ടോ. നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇത് കിട്ടുമ്പോഴേ മാഷാഅല്ലാഹ്, ഇതൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഹലുവ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. വാഴയുടെ ഇല വെച്ചിട്ട് ഇതുപോലൊരു ഹലുവ ഉണ്ടാക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും നമ്മൾ കരുതിയിട്ടുണ്ടാവില്ല. എങ്കിൽ അറിയാത്ത വീട്ടമ്മമാരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള ഹലുവയൊക്കെ ഒന്ന് റെഡിയാക്കാം. ഒത്തിരി നെയ്യോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല, എല്ലാം വളരെ കുറച്ച് ചേർത്തിട്ടാണ് ഈ ഒരു ഹലുവ റെഡിയാക്കിയെടുത്ത്. ഇനിയിപ്പോൾ നെയ്യൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ നെയ്യിൻ്റെ അളവ് കൂട്ടിയിട്ടും ഇത് റെഡിയാക്കാം കേട്ടോ. കണ്ടല്ല, കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. കഴിക്കാനായിട്ടും നല്ല രുചിയുണ്ട്. ഒരൊറ്റ കൈപ്രസല്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കൈപ്രസ് ഉണ്ടെങ്കിൽ ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഒന്ന് വന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. പിന്നെ ഇല എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേന്ത്രക്കായുടെ വാഴയുടെ ഇല വെച്ച് എടുക്കരുത്, അത്ര ടേസ്റ്റ് കിട്ടൂല. നമ്മളെ ചെറുപഴം അല്ലെങ്കിൽ പൂവമ്പഴമൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. കണ്ടല്ലോ, ആ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ, സെറ്റല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനൊക്കെ നീക്കി കൊടുക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലെത്തും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക കേട്ടോ. നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ അല്ലേ ഉണ്ടാവും. നമ്മുടെയൊക്കെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എല്ലാവർക്കും അയച്ചെടുക്കുക, എല്ലാവരും ഉണ്ടാക്കട്ടെ. എവിടെയും ഫ്ലോപ്പ് ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഹലുവ നമുക്ക് കിട്ടും. എല്ലാവരും ചെയ്ത് നോക്കണം, ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഒപ്പം നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരിക കേട്ടോ. നിങ്ങളെ ലൈക്കൊക്കെ കാണുമ്പോഴല്ലേ നമുക്കും തന്നെ മനസ്സിനൊരു സുഖമുള്ളൂ. ഇഷ്ടപ്പെട്ടോ എന്നറിയാനുള്ള ആകെയുള്ള മാർഗ്ഗം ലൈക്കും കമൻറ്റും ആണല്ലേ. അപ്പം എന്തായാലും ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ലൈക്കൊക്കെ തരിക കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ പൈസയും കൊടുക്കണ്ട, എല്ലാം കൊണ്ടും നമുക്ക് ലാഭം തന്നെയാണ്. ആരോഗ്യത്തിനും അത്യുത്തമം. പിന്നെ ഈ ഒരു ഇല വെച്ചിട്ടുള്ള ഹലുവയൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടാൻ ചാൻസ് കുറവാണ്. വീട്ടിൽ തന്നെ റെഡിയാക്കണം. ബ്ലഡൊക്കെ ശുദ്ധീകരിക്കാനും ഒക്കെ വളരെ നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, എന്നിട്ടേ പോണുള്ളൂ. കണ്ടല്ലോ, വീണ്ടും കഴിക്കാൻ തോന്നും. പഞ്ചസാര ചേർത്തുകൊണ്ടാണ് ഹെൽത്തി എന്ന് പറയല്ലേ. പഞ്ചസാരയോട് വരെ ശർക്കരയും ചേർക്കുക കേട്ടോ. പക്ഷേ ഈ ഒരു കളറ് കിട്ടൂല. അപ്പോൾ അതിൻ്റെ പേരിലാണ് പഞ്ചസാര ചേർത്ത്. എല്ലാവരോടും നാളെ വരാം. അസ്സലാമു അലൈക്കും.